അവസാന അടവും പാളിപ്പോകുമ്പോൾ സ്കോർ ചെയ്ത് റെക്കോർഡ് ഇടുന്നത് രാഹുലാണ്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ യാത്രയും, അത് ഭാരത് ജോഡോ യാത്രയാവട്ടെ, വോട്ട് ചോരി യാത്രയാവട്ടെ, അതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJP പിടിച്ചു കുലുക്കുമ്പോൾ അവിടെ മോദി ഒന്നില്ലെങ്കിൽ ഇല്ലാ കഥകൾ ഉണ്ടാക്കി രാഹുലിനെ ലോക്സഭയിൽ നിന്ന് തന്നെ പുറത്താക്കും. എന്നാൽ ഇത്തവണ ആ പുറത്താക്കൽ കലാപരിപാടി നടക്കില്ല എന്നിരിക്കെ രാഹുലിനും സോണിയക്കുമെതിരെ ED അയച്ചു. എന്നാൽ ഉള്ളത് പറയാലോ, കോടതിയിൽ രാഹുലിന് പച്ചക്കൊടി വീശിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനും സോണിയക്കും ആശ്വാസമാണ് ഉണ്ടായത്. അറസ്റ്റ് ഉൾപ്പെടെ നടപടി പാടില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച വിവരം FIR-ൽ ഇല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. നിലവിലെ FIR-ന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റോ വിചാരണയോ ഉൾപ്പെടെ യാതൊരു നടപടിയും എടുക്കാൻ പാടില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. FIR-ൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ നേരത്തെ രാഹുലിനും സോണിയക്കുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വ്യവസായി കൂടിയായ സാം പിത്രോദയുടെ പേരും കുറ്റപത്രത്തിലുണ്ട്. സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. 5000 കോടിയുടെ തട്ടിപ്പെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം. ജവഹർലാൽ നെഹ്റു 1938-ലാണ് പാർട്ടി മുഖപത്രമായി നാഷണൽ ഹെറാൾഡ് തുടങ്ങിയത്. ഗാന്ധി കുടുംബാംഗങ്ങൾക്ക് 38% ഓഹരിയുള്ള യങ് ഇന്ത്യൻ എന്ന കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പ്രസാധകരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ, അതായത് AJLന്റെ 90 കോടിയിലധികം രൂപയുടെ കടം 50 ലക്ഷം രൂപയുടെ നാമമാത്ര തുകയ്ക്ക് ഏറ്റെടുത്തു എന്നാണ് കേസ്. ഈ ഇടപാട് വഴി AJLന്റെ രാജ്യമെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ നിയന്ത്രണം യങ് ഇന്ത്യ സ്വന്തമാക്കി. ഈ ആസ്തികൾക്ക് ഏകദേശം 2000 കോടി രൂപയോളം വരുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു.